ഹലോ, വെൽക്കം ടു അജി കിച്ചൻ. ഇന്ന് ഞാനൊരു മഷ്റൂം റൈസാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി 1.5 ഗ്ലാസ് ബാസ്മതി അരി, നല്ല നീളമുള്ള അരി ആയിരിക്കണേ. അത് കഴുകി വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂർ വെള്ളത്തിയിട്ട് കൂത്ത് എടുത്ത് വെച്ചേക്കുന്ന അരിയായേ. പിന്നെ ഒരു 100 ഗ്രാം സ്വീറ്റ് കോൺ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയൊരു സവാള കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയൊരു ക്യാപ്സിക്കം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 200 ഗ്രാം മഷ്റൂം കഴുകി അരിഞ്ഞ് വെച്ചിട്ടുണ്ടേ. നമുക്ക് തുടങ്ങാം. ഇനി അടുപ്പ് കത്തിക്കേ. നമ്മളെ പാത്രം ചൂടായേ. അതിനകത്ത് കുറച്ച് നല്ലെണ്ണ, കുറച്ചല്ല, ഒരു 2-3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണേ. മതി. എണ്ണ ചൂടായിട്ട് നല്ല ചൂടാവട്ടെ. ഇതൊരു 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുത്തതേ. ഒരു 3 ടേബിൾ സ്പൂണും ഉണ്ട്. ഇതിനകത്ത് ഒരു സവാള, വലിയൊരു സവാള കൊത്തി അരിഞ്ഞതേ, അത് ഇട്ട് കൊടുക്കാം. ഇത്തിരി ഒന്നും മൊരിയണ്ട. ഒരു ചെറിയൊരു വെളുത്തുള്ളിക്കൊരു വാട്ടമൊന്നും വരണ്ട. ഒരു ചെറിയൊരു ചൂട് വെളുത്തുള്ളി തട്ടിയാൽ മതി. ഇനി ഇതിനകത്ത് ഈ സവാള ഇട്ട് കൊടുക്കാം. ഇതും അതുപോലെ തന്നെ ഒന്ന് വഴന്ന് വരട്ടെ. നമ്മളെ സവാളയൊന്ന് ചെറുതായിട്ട് വാടിയേ. ഇനി ഇതിനകത്ത് ഈ കോൺ ഇട്ട് കൊടുക്കാം. ഈ കോണും ഇതുപോലെ ഒന്ന് വാടട്ടെ. കോൺ വേണമെങ്കിൽ ഇട്ടാൽ മതിയേ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തത്, നിർബന്ധമില്ല. അതിനകത്ത് ഈ അരിഞ്ഞു വെച്ചേക്കുന്ന ഇതില്ലേ മഷ്റൂം, അതും ഇട്ട് കൊടുക്കാം. നമ്മുടെ മഷ്റൂം ഒന്ന് വാടി കിട്ടണേ. നമ്മുടെ മഷ്റൂമും ഉള്ളിയും കോണും എല്ലാം നല്ല വാടിയിട്ടുണ്ടേ. ഇനി ഇതിനകത്ത് രണ്ട് ടീസ്പൂൺ ചതച്ച മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ടേ. ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. അപ്പം എനിക്ക് അരി കുറവല്ലേ ഉള്ളൂ, 1.5 ഗ്ലാസ് ഞാൻ ഇട്ടിട്ടുള്ളൂ, അപ്പോൾ അത് മതി. പിന്നെ കുറച്ച് ഇറ്റാലിയൻ ഹെർബ്സ്, ഒരു ശകലം ഇട്ടാൽ മതി. ഒരു ടീസ്പൂണോളം. ഇതിനകത്ത് ഈ ക്യാപ്സിക്കമില്ലേ, അതും ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ഈ അരി കഴുകി വെച്ചേക്കുന്നില്ലേ, അതും ഇട്ട് കൊടുക്കേ.
അരി പൊടിയാതെ സൂക്ഷിക്കണം. അതായത് ഇത് അരമണിക്കൂർ കുതിർത്ത് എടുത്ത അരിയേ, നീളമുള്ള ബാസ്മതി റൈസ്. ഇനി ഇതിൽ ഞാനിപ്പോൾ 1.5 ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. അതിന് ഒരു 3 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടേ. ഇനി ഇതിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കേ. ഇതൊന്ന് തിളച്ചിട്ട് നമുക്ക് തീ കുറച്ചിട്ട് ചെറിയ തീയിൽ വേവിക്കാം. ഒരു 10-15 പിന്നെ ഓരോ അരിയുടെ വേവനുസരിച്ച്. നമ്മുടെ അരി ചോറ് വെച്ചിട്ട് ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയേ. ഏറ്റവും തീ കുറച്ച് അതിലിട്ടേക്കുമല്ലോ, ഒന്ന് തിളച്ചിട്ട് തീ കുറച്ചിട്ടേക്കുക. ഇപ്പോൾ ആ 15 മിനിറ്റ് ആയി. ഞാൻ തീ ഓഫാക്കുക. ഒരു 2 മിനിറ്റ് കൂടി ഇങ്ങനെ ഇരുന്നിട്ട് നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ 2 മിനിറ്റ് കഴിഞ്ഞേ ചോറ് നോക്കാം. നല്ല മണം. ഇനി ഒന്ന് ഇളക്കട്ടെ. ചോറൊക്കെ കണ്ട പൊടിഞ്ഞിട്ടില്ല. ഇനി ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറി. ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കേ. ഇനി ഇത് സെർവിങ് പ്ലേറ്റിലോട്ട് വിളപ്പട്ടെ. കണ്ടില്ലേ, നമ്മളെ മഷ്റൂം ചോറ് അടിപൊളി ടേസ്റ്റാണ്. ധൈര്യമായിട്ട് ഉണ്ടാക്കാം. പിന്നെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ അജിക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്ത് ഫോളോ, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. അപ്പോൾ ഇത് ഈസി അല്ലേ, അധികം സമയമൊന്നും എടുക്കത്തില്ല. പിന്നെ ഇതിനകത്ത് വല്ല പിക്കിളോ പിന്നെ തൈര്, പപ്പടം ഇതൊക്കെ മതി കറികൾ. അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിലും ഇത് തന്നെ മതി. അപ്പോൾ അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.